ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ സുന്ദരമായി കാണുന്ന വസ്തുക്കളെല്ലാം കണ്ടാസ്വദിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. എന്നാൽ സുന്ദരമായി കാണുന്നവയെല്ലാം എൻ്റേതാക്കി അതെനിക്ക് എന്നെന്നും അനുഭവിക്കണം എന്ന് കരുതുകയാണെങ്കിൽ അവർക്ക് നിരാശ മാത്രമായിരിക്കും ഫലം. അതിസുന്ദരമായ മഴവില്ല്, 7 നിറങ്ങളോടുകൂടി വെയിലും മഴയും ഉള്ളപ്പോൾ ഉണ്ടാവുന്ന മഴവില്ല്, അത് കൊണ്ടുവന്ന് മടക്കി തൻ്റെ വെട്ടിക്കല് അകത്ത് സൂക്ഷിച്ച് തനിക്ക് കാണേണ്ട സമയത്ത് കാണാമല്ലോ എന്ന് കരുതി ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഫലം? അല്പ സെക്കൻഡ് കഴിയുമ്പോഴേക്കും ആ മഴവില്ല് അപ്രത്യക്ഷമാകുന്നു. ആ മഴവില്ലിനെ മടക്കി പെട്ടിയിൽ സൂക്ഷിക്കുന്നത് പോലെയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും സ്വന്തമാക്കാൻ നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോന്നും അപ്പോൾ കണ്ട് അത് ആസ്വദിച്ച് കഴിഞ്ഞു പോവുക. പക്ഷേ സ്വന്തമായി സൂക്ഷിക്കുന്നത് എന്തിനാ? എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്കത് ആസ്വദിക്കണം എന്ന ആഗ്രഹമാണ്. പക്ഷേ അതൊരിക്കലും നമുക്ക് സാധിക്കുന്നതല്ല. ഒന്നുകിൽ ആ വസ്തു നഷ്ടപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ആ വസ്തു അനുഭവിക്കാൻ പറ്റാതെ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് വരാം. നമ്മൾ എന്ന് പറയുമ്പോൾ ഈ ശരീരമാണ് നഷ്ടപ്പെടുന്നത് എന്ന സത്യം നമ്മൾ ഓർക്കണം. അതിനാൽ കമനീയങ്ങളായി കാണുന്നവതൻ വാസ്തവസ്ഥിതി നശ്വരത്വാദി ഓർത്താത്മാനന്ദത്തിൽ മുഴുകിയിടുവിൻ. നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. കമനീയങ്ങളായി കാണും നവതൻ വാസ്തവസ്ഥിതി. ഇവിടെ ഈ ലോകത്തിൽ സുന്ദരമായി കാണുന്ന വസ്തുക്കളുടെ യഥാർത്ഥമായ അവസ്ഥ എന്താണ്? നശ്വരത്വാദി, അത് നശിക്കുന്നതാണ്. അത് അധിക സമയം നിലനിൽക്കുന്നതല്ല, മഴവില്ലുപോലെ. അത് മനസ്സിലാക്കി ഇവിടെ ഏറ്റവും സുന്ദരമായി കാണുന്ന വസ്തു അല്പസമയം കഴിയുമ്പോൾ ആ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെടുന്നു. എന്തിനേറെ നമ്മുടെ ശരീരം പോലും നല്ല ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും എന്ത് നല്ല ചുറുചുറുക്കും ആകർഷണീയതയും വശീകരതയും ആയിരുന്നു നമ്മുടെയൊക്കെ ശരീരത്തിന്. എന്നാൽ യൗവനാവസ്ഥ കഴിഞ്ഞാൽ ഇത് ക്ഷയിക്കാൻ തുടങ്ങുന്നു. യൗവനം കഴിഞ്ഞാൽ പിന്നത്തേത് വാർദ്ധക്യമാണ്. വാർദ്ധക്യമൊക്കെ എത്ര പെട്ടെന്നാണ് വന്നു ചേരുന്നത്! മിന്നൽപ്പിണർ പോലെ നമ്മുടെ ശരീരത്തിന് വാർദ്ധക്യാവസ്ഥ കൈവരാൻ തുടങ്ങി. ഓരോ കറുത്ത മുടി നരയ്ക്കാൻ തുടങ്ങി, അങ്ങിങ്ങായി ചുക്കിച്ചുളിയാൻ തുടങ്ങി. പിന്നെ പല വരകളും കുറികളും ശരീരത്തിൽ സുന്ദരമായ മിനുക്കുപണികളൊക്കെ കാലം ചെയ്യാൻ തുടങ്ങി. അതും കഴിഞ്ഞ് ഇതൊക്കെ വളരെ പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത്. പിന്നെ രോഗങ്ങളാകുന്ന ചില കൂട്ടുകാരും നമ്മെ വന്ന് സ്വാഗതം ചെയ്യാൻ തുടങ്ങുന്നു. അതുവരെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി നെടുവേർപ്പെട്ട് കഴിയുന്നു. ഇതാണ് ഓരോരുത്തരുടെയും അവസ്ഥ. ഇതെങ്ങനെയാണ് എന്ന പരമസത്യം നാം ബോധിച്ചാൽ ഇതൊക്കെ വന്നു ചേരുമ്പോൾ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതെല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതെല്ലാം സുന്ദരമായി കാണുന്ന വസ്തുക്കളെല്ലാം അവയുടെ യാഥാർത്ഥ്യം നശ്വരത്വാദിയോർത്താത്മാനന്ദത്തിൽ മുഴുകിയിടുവിൻ. നമ്മൾ ഈ ആനന്ദിക്കുന്ന വസ്തുക്കളൊക്കെ നശിക്കുന്നതാണ്. അതിൻ്റെ സൗന്ദര്യം എന്നും നിലനിൽക്കുകയില്ല. ഇന്ന് നല്ല സുന്ദരവുമായിരിക്കുന്ന സുഗന്ധം പൊഴിച്ചുകൊണ്ട് സുന്ദരമായിരിക്കുന്ന ഒരു പുഷ്പം നാളേക്ക് അത് അല്പം മങ്ങലേൽക്കുന്നു. അതിൻ്റെ പിറ്റേ ദിവസത്തേക്ക് അത് വാടിക്കൂമ്പുന്നു. അതിനടുത്ത ദിവസത്തേക്ക് അത് കൊഴിഞ്ഞ് താഴെ വീഴുന്നു. ഇതല്ലേ അവസ്ഥ ഒരു പൂവിൻ്റെ? സുന്ദരമായി നിന്ന ഒരു പൂവ് വാടിക്കൊഴിഞ്ഞ് താഴെ വീണ് പോകുന്നത് പോലെയാണ് നമ്മുടെ ഈ ശരീരത്തിൻ്റെയും ഈ ജീവിതത്തിൻ്റെയും അവസ്ഥ എന്ന് നാം മനസ്സിലാക്കണം. ഒരു പൂവിന് 2-3 ദിവസവും മാത്രം ഉള്ളൂ. നമുക്കാകട്ടെ
10 100 വർഷം എന്ന് കരുതുക. ആ 100 വർഷവും എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത്. മിന്നൽ പിണർ പോലെ നമ്മുടെ കാലം കഴിഞ്ഞു പോകുന്നു. ഓരോ പിറന്നാൾ ആഘോഷിക്കുമ്പോഴും നമ്മൾ സന്തോഷിക്കുന്നു. പക്ഷെ അവിടെ നമ്മുടെ ആയുസ്സിൻ്റെ അളവ് കുറയുകയാണ്. ആയുസ് കുറഞ്ഞു വരുമ്പോൾ നാം പിറന്നാളിൻ്റെ സംഖ്യ കൂടി വരുന്നു. 60 വയസ്സാകുമ്പോൾ വാർദ്ധക്യത്തിലെത്തി എന്ന് കാണിക്കുന്നതാണ് 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഷഷ്ടിപൂർത്തി എന്ന്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള കാലം മുഴുവൻ നമുക്ക് ക്ഷയത്തിൻ്റെ കാലമാണ്. അതുവരെ വൃദ്ധിയുടെ കാലമായിരുന്നു. വൃദ്ധിയുടെ കാലം കഴിഞ്ഞ് ക്ഷയത്തിൻ്റെ കാലം തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ച വസ്തുക്കളിൽ നിന്നെല്ലാം തിരസ്കാരവും അവജ്ഞയും ചിലപ്പോൾ കിട്ടുന്നു. അതിൽ നമ്മൾ പരിതപിക്കുകയല്ല വേണ്ടത്. ഏതൊന്നിനോടെല്ലാം ഇതുവരെ ഒട്ടിനിന്നോ അവയിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സിനെ പിൻവലിച്ച് ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന പരമസത്യം എന്തോ അതിലേക്ക് മനസ്സിനെ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇവയിൽ നിന്നും നമുക്ക് തിരസ്കാരം കിട്ടുന്നത്. അതിനാൽ ഇവയോടുള്ള അത്യാസക്തി കുറച്ച് ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന പരമ്പൊരുളിനെ, ആ സുന്ദരമായ വസ്തുവാണ് ഇവയ്ക്കെല്ലാം സൗന്ദര്യം കൊടുക്കുന്നത്. എന്നാൽ ഈ വസ്തു നഷ്ടപ്പെടുമ്പോൾ സൗന്ദര്യം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നു. സൗന്ദര്യത്തിന് നഷ്ടമില്ല, അത് നാശമില്ലാത്തതാണ്. വസ്തു നഷ്ടപ്പെടുമ്പോൾ സൗന്ദര്യവും നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നു. ഏറ്റവും സുന്ദരമായ ശക്തി ഏതോ അതിൽ നിന്ന് ഉണ്ടായതാണ് ഈ സൗന്ദര്യം. അത് നാശമില്ലാത്തതാണ്. വസ്തു നശിക്കുന്നതിനാൽ സൗന്ദര്യവും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൾബിൻ കത്താതെ അത് കത്തിപ്പോയി കഴിയുമ്പോൾ, അതായത് ബൾബ് ഉപകരണം തകരാറിലാകുമ്പോൾ വൈദ്യുതി ഇല്ലാതെയായി എന്ന് നാം പറയാറില്ലല്ലോ. വൈദ്യുതി ഇല്ലാതായിട്ടില്ല, ബൾബ് എന്ന ഉപകരണമാണ് തകരാറിലായത്. അപ്പോൾ നമുക്ക് പ്രകാശിപ്പിക്കാനുള്ള ഉപകരണം കേടുവരുന്നു, പുതിയൊരു ഉപകരണം വയ്ക്കുന്നു. അപ്പോഴും വൈദ്യുതി ഒന്ന് തന്നെയാണ്. അപ്രകാരമാണ് നമ്മളിൽ നിലനിൽക്കുന്ന സുന്ദരമായ ആനന്ദസ്വരൂപിയായിരിക്കുന്ന ആ പരമസത്ത ഉൾക്കൊള്ളാനുള്ള ഒരു ഉപകരണമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾക്ക് ഈ ശരീരത്തെ മാത്രമേ കാണാനും അറിയാനും സ്പർശിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇതിനതീതമായ ആ പരമസത്യത്തെ നമുക്ക് ബോധിക്കാനുള്ള ഒരു ഉപകരണവും ഇവിടെ തന്നിട്ടില്ല. അതിനെ നാം ബോധിക്കേണ്ടതാണ്. അതിനെ കാണാനോ കേൾക്കാനോ രുചിക്കാനോ ആസ്വദിക്കാനോ നമുക്ക് സാധിക്കില്ല. അതിനെ ബുദ്ധി കൊണ്ട് നാം ബോധിച്ച് അറിയേണ്ടതാണ്. അത് ആനന്ദസ്വരൂപിയാണ്, അത് അറിവിൻ്റെ പരമകാഷ്ഠയാണ്, അത് അഭയപ്രദമാണ്. അതിനെ അല്പം മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയമെന്നും ഒന്നില്ല. നമുക്ക് ഏറ്റവും അധികം അനുഭവമാവുക സുരക്ഷാബോധമാണ്. ആ സുരക്ഷാബോധം നമുക്ക് കിട്ടിയാൽ നാം നിത്യതൃപ്തരായി കഴിഞ്ഞു. നമുക്ക് മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ വേണമെന്ന് തോന്നുകയില്ല. അതുപോലെ ഇനി മറ്റൊന്നും അറിയേണ്ടതായിട്ടുമില്ല. അറിയേണ്ടതായിട്ടൊന്നുമില്ലെങ്കിൽ നമ്മൾ പരിപൂർണ സംതൃപ്തരാകുന്നു. അതിനാൽ നാം പ്രത്യക്ഷത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട പരമപ്രധാനമായ തത്വമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. കമനീയങ്ങളായി കാണുന്ന വതൻ വാസ്തവസ്ഥിതി നശ്വരത്വാദിയോർത്താത്മാനന്ദത്തിൽ മുഴുകിടുവിൻ.